പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിൽ 17-കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. കുട്ടിക്ക് തൊഴിൽ അധിഷ്ഠിത പഠനവും താമസവും നൽകാമെന്ന് പാസ്റ്റർ ബിനു വാഴമുട്ടം ഉറപ്പു നൽകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇയാളുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് കുട്ടി വൃദ്ധസദനത്തിൽ എത്തിയത്. ഞങ്ങൾ അവനെ പഠിപ്പിച്ചോളും. നമുക്ക് പഠിപ്പിച്ചാലോ? ഇവിടെ നിൽക്കുന്നു, അവൻ റെഡിയാ. അവനെ നമ്മൾ പഠിപ്പിച്ച് എടാ ശരിക്കും അച്ഛൻ പോയിട്ട് എത്ര കാലായി? 12 വർഷമായി. അവസ്ഥ വളരെ ദയനീയമാണ്. അവിടെ കയറി മുകളിലോട്ടൊക്കെ പോയപ്പോഴത്തേന് അവരെ എല്ലാം ക്രൂരമായി പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാരണം 1-2 ആളുകളുടെ പുറത്തെല്ലാം ഇടിച്ച് ചതഞ്ഞ പാടുകളാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിലും പൊടി കുഞ്ഞുങ്ങളുള്ള ആളുകളാണ് നമ്മൾ. പക്ഷേ ആ കുഞ്ഞിനെ ഇവിടെ 2 വയസ്സുള്ളൊരു അതിനെ ഇവിടെ കണ്ണിൻ്റെ മോൾ ഭാഗത്ത് ഇവിടെ എല്ലാം മുറിഞ്ഞ് അതിൻ്റെ അമ്മ ഇവിടെ ജോലിക്ക് വന്നത്. അന്നേരം കുഞ്ഞിനെയും കൊണ്ടുവന്നു. പക്ഷേ അവരെയും കൊണ്ട് ഇപ്പോൾ അടുക്കള ജോലി ചെയ്യിച്ചിട്ട് പൈസ പോലും കൊടുക്കാത്ത, ആ കുഞ്ഞിനെ പാല് പോലും കൊടുക്കാൻ ആ അമ്മയ്ക്ക് ഒരു അനുവാദം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്കിപ്പം കാണാൻ കഴിഞ്ഞത്. കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. നമ്മൾ രാവിലെ മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തിയ കുട്ടിയോടാണ് ഇത്തരത്തിൽ ഇവിടെ നിർത്തി പഠിപ്പിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുത്ത് ഓമല്ലൂരിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് ചെന്നീർക്കരയിലുള്ള ഒരു അനാഥാലയത്തിൽ, ഈ വൃദ്ധരായ മാതാപിതാക്കളെ നോക്കുന്ന ഒരു അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ബാലവേല ചെയ്യിപ്പിക്കുമായിരുന്നു എന്നുള്ള വിഷയം നമ്മൾ രാവിലെ മുതൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ അതിനെ സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ബിനു പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ഈ വിദ്യാർത്ഥിക്ക് നൽകുന്ന ഒരു വിദ്യാർത്ഥിയോട് പറയുന്ന കാര്യമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് നീ ഇവിടെ വരൂ, ഇവിടെ നിന്ന് നിന്നെ പഠിപ്പിക്കാം, തൊഴിലധിഷ്ഠിതമായ കാര്യങ്ങൾ പഠിപ്പിക്കാം, അതിനുശേഷം ഒരു തൊഴിലിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത്. 17-കാരനായ വിദ്യാർത്ഥിയാണ്. ഇതുപോലെ മറ്റൊരു വിദ്യാർത്ഥിയെയും ഈ വൃദ്ധസദനത്തിൽ നിന്നും ഇന്നലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കണ്ടെടുത്തിരുന്നു. അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു കുട്ടിയെയും കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ അവരെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവരിക, പിന്നീട് അതിനെ ബാലവേല ചെയ്യിപ്പിക്കുക, ആ വൃദ്ധസദനത്തിൽ കൂടുതൽ ജോലികൾ ചെയ്യിപ്പിക്കുക എന്നുള്ള പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ജൂൺ മാസം തുടങ്ങി ഇത്രയും ദിവസം പിന്നിട്ടിട്ടും തങ്ങളെ എന്തുകൊണ്ടിട്ട് സ്കൂളിൽ അയക്കുന്നില്ല എന്ന് ഈ വിദ്യാർത്ഥികൾ ചോദ്യം ഉയർത്തിയപ്പോഴാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന പരാതി എന്ന് പറയുന്നത്. ഈ സ്വാഭാവികമായിട്ടും ഇവരിതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നുണ്ട്. ഈ ബിനു പാസ്റ്ററുമായി ചേർന്ന വൃത്തങ്ങൾ ഇതിനെ തള്ളിക്കളയുന്നുണ്ട്. 3 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മാനേജർ ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം സംഘർഷമുണ്ടാക്കി എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇതുവരെയും വിദ്യാർത്ഥികളെ സ്കൂളിൽ വിട്ടതായിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ വിടാനുള്ള സാഹചര്യം ഒരുക്കിയതായിട്ടോ നമുക്ക് ഒരു വിധത്തിലുമുള്ള അറിവുകൾ ലഭിച്ചിട്ടില്ല. ശരി.